സുഹൃത്തുക്കളെ, ഞാൻ ഹൈദരാബാദ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് റൂമുകൾ തപ്പി നടന്നു. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലുകളെല്ലാം തിരക്കി നടന്നപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ ചെന്ന് പെട്ടു. ഇവിടെ എന്തായിരുന്നാലും ചെന്നതിന് ശേഷം നോക്കി റൂമുകളുടെ ബാർഗെയിൻ ചെയ്ത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആ റൂം കിട്ടി. വളരെ സ്മാർട്ട് ലോക്കും എല്ലാം അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ വൃത്തിയും പുതിയതായിട്ട് എല്ലാം പെയിൻറ്റ് ചെയ്ത് നല്ല ഫർണിഷിംഗ് എല്ലാം ചെയ്ത് ഇൻറ്റീരിയലെല്ലാം നല്ല വൃത്തിയായിട്ടും അടുക്കും ചിട്ടയോടുകൂടിയും എല്ലാം ചെയ്ത ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫാനുണ്ട്, AC ഉണ്ട്, വളരെ റേറ്റ് കുറവുമാണ്. TV, കബോർഡ്, എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ നിലയിലാണ് റൂം കിട്ടിയത്. അതൊരു വലിയ ഹോട്ടലാണ്. തൊട്ടടുത്ത് നമ്മുടെ ബെഡിനടുത്ത് തന്നെ ചാർജിങ് പോയിൻറ്റുകളെല്ലാം ഉണ്ട്. ഫാൻ, അതിൻ്റെ എല്ലാ റിമോട്ടുകളും എല്ലാം നമ്മുടെ അടുത്ത് വെക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കബോർഡുകളെല്ലാം നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ, ലഗേജുകളോ ഒന്നും ഇല്ലായിരുന്നു. ഡ്രസ്സുകളെല്ലാം വളരെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ എടുത്ത റൂമുകളാണ്. എന്തായാലും നല്ല റൂമായിട്ട് തോന്നി. ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഈഗിൾ ഗ്രാൻഡ്. ഒരു വലിയ മെനു കാർഡൊക്കെ ഉണ്ട്. നല്ല ഹൈദരാബാദി ഫുഡുകളെല്ലാം, ഹൈദരാബാദിൽ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഇവിടെ ലഭ്യമാണ്. അതോടെ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഹൈദരാബാദ് എയർപോർട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോട്ടൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതായിരിക്കും. ഇതിലെ മെനു എല്ലാം ഞാൻ ചെക്ക് ചെയ്തു. 1-2 ഫുഡുകളെല്ലാം നമ്മൾ ഓർഡർ ചെയ്യുകയും ചെയ്തു. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടൽ നോക്കി നടന്നതിന് ശേഷം ഒന്നുകിൽ അതിൽ വൃത്തി കാണത്തില്ല, അല്ലെങ്കിൽ അവരുടെ പ്രസൻറ്റേഷനൊന്നും ശരിയായിരിക്കത്തില്ല. റിസപ്ഷൻ ഇരിക്കുന്നവരുടെ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് തൃപ്തി വരത്തില്ല. പക്ഷേ ഈ ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് നല്ല സൗകര്യങ്ങളും എല്ലാം നല്ലതായിട്ട് തോന്നി. പുറത്ത് ഔട്ട്സൈഡിലേക്കുള്ള ഒരു നല്ല വ്യൂവും ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. താഴെ വണ്ടി പാർക്ക് ചെയ്യാം. അത്യാവശ്യം ഒരു 10-12 വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലല്ല, കുറച്ച് ഇടത് സൈഡിലാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാം. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഒരു നല്ല ആ വിൻഡോയിൽ നല്ലൊരു ബ്ലൈൻഡ് കർട്ടൻ കിടപ്പുണ്ട്. പിന്നെ ബാത്റൂം ടോയ്ലറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കിടിലൻ ടോയ്ലറ്റായിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മുടെ ഈ ബഡ്ജറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഒരു റൂമിന് ചേർന്നൊരു ടോയ്ലറ്റ് തന്നെയാണത്. നല്ല വൃത്തിയും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നെന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഹീറ്റർ, എപ്പോഴും ഹീറ്ററിൽ ചൂടുവെള്ളം നമുക്കതിൽ ലഭ്യമാണ്. ഹീറ്ററിനൊന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല. എല്ലാ സർവീസും നല്ലതായിരുന്നു. മെനുവിൽ ഉള്ള 1-2 ഫുഡുകൾ മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. എങ്കിൽ പോലും നല്ല രീതിയിലുള്ള സർവീസായിരുന്നു. ഫുഡ് സർവീസായിരുന്നാലും കോഫി മേക്കർ, ഒരു ടീ മേക്കർ കെറ്റിലുണ്ട്. അതുപോലെ 2 ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ ചാർജിങ് പോയിൻറ്റുകളെല്ലാം തൊട്ടടുത്തുണ്ട്. ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ഇത്രയും വൃത്തിയുള്ളതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഹോട്ടൽ ഈ ഹോട്ടലിലാണെന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം സജസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടും. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്, ഒരുപാട് ഹോട്ടലുകളുണ്ട്. അതിൽ ഇതുപോലെ നല്ല ഹോട്ടലുകൾ വേറെ ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ വളരെ കുറച്ച് ഹോട്ടലുകളിൽ മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ബഡ്ജറ്റ് ഹോട്ടൽ, ഞങ്ങൾ വലിയ റാഡിസൺ ബ്ലൂ കണക്കുള്ള ഹോട്ടലുകളിൽ നല്ല സൗകര്യങ്ങളുണ്ട്. അവിടെ നമുക്കൊരു പ്രാവശ്യം പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പിന്നീട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് 5 സ്റ്റാർ ഹോട്ടലിന് മുകളിലോട്ടുള്ള ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകളാണ്. അതിൽ നമുക്ക് കുഴപ്പമില്ല, അതിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. പക്ഷേ അതിന് നല്ല ചാർജ് അവർ വാങ്ങിക്കുന്നുണ്ട്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്, ഇതുകൊണ്ട് മാത്രമാണ് 2000 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ റെൻറ്റ് വരുന്നത്. ചില സമയത്ത് 1200 സംതിങ്,
1400 അങ്ങ് ആ ലെവലിലോട്ടാണ് പോകുന്നത്. പല ആപ്ലിക്കേഷനുകളിലും പല റേറ്റുകളാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.